ഞാൻ ഇപ്പോൾ 2024 ഡിപ്ലോമ പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങിയതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് സിവിലിയൻസ് കൊല്ലത്ത് ബ്രാഞ്ച് തുടങ്ങിയവർ അറിഞ്ഞത്. അങ്ങനെയാണ് സിവിലിയൻസിലോട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് കയറിയപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ പോർഷൻസും ഇപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ സ്പീഡും, ഇപ്പോൾ സുജി സാറാണെങ്കിലും അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. സുജി സാറും ശ്രുതി മിസ്സും. അപ്പോഴേക്ക് പോർഷൻസ് ഒരു ദിവസം ഫുൾ ഡേ പോർഷൻസ് ഇത്രയും കവർ ആവുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് കഴിഞ്ഞിറങ്ങിയ ഒരു 80% കോളേജ് വിദ്യാർത്ഥികളും ലാസ്റ്റ് എക്സാം ടൈം ആയിരിക്കും പഠിച്ച് എഴുതുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എന്നും പഠിക്കുന്നത് ക്ലാസ് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ ചോദിപ്പ്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു 2 months. പിന്നെ ആ ഒരു ട്രാക്ക് വീണപ്പം അത്യാവശ്യം എല്ലാം ഓക്കെ. പിന്നെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിലും ഇപ്പം ശ്രുതി മിസ് ആണെങ്കിലും ക്ലാസ് തന്നെ അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിരുന്നു. ശ്രുതി മിസ്സിൻ്റെ ആയാലും സുജി സാറിൻ്റെ ആയാലും ഗൂഗിൾ സാറിൻ്റെ ആയാലും. പിന്നെ എടുത്തു പറയാനായിട്ട് എനിക്കിപ്പോൾ ഗൂഗിൾ സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ സാറിപ്പം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് എത്തുമ്പോഴും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് മിക്സ് ചെയ്ത് നമ്മളെ കൂടുതൽ സാറിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ സാറിന് കഴിയുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നല്ലൊരു എഫക്റ്റ് ആയിരുന്നു സ്റ്റുഡൻസിന് ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പം ക്ലാസ് റൂം ആണെങ്കിലും ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതും ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടായിരുന്നു തോന്നിയത്. നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ മെൻ്റലി ഡൗൺ ആണെങ്കിലും എല്ലാവർക്കും നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കൊല്ലം ബാച്ചിൽ.